ഒന്നാം പിണറായി സർക്കാരിനെ അഴിമതി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ബ്ലൂബറി വിവാദത്തിന്റെ തനി ആവർത്തനമായാണ് പാലക്കാട്ടെ കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തോടെ ഉയർന്നു വന്നിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒയാസിസിന് ബ്ലൂബറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. LDFിൽ ചർച്ച ചെയ്യാത്ത നടപടി സ്വീകരിച്ചതിൽ ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. എന്നാൽ 2018 മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാതെയായിരുന്നു അനുമതി നൽകിയതെങ്കിൽ ഇക്കുറി മദ്യനയത്തിനനുസരിച്ച് മന്ത്രിസഭായോഗം ചർച്ച ചെയ്താണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്ലൂബറി മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പ്രാരംഭാനുമതി നൽകിയിരിക്കുന്നത്. ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തുവെന്നും മാനദണ്ഡങ്ങൾ എന്താണെന്നും സർക്കാർ പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അനുമതി റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാക്കിയ സാഹചര്യത്തെക്കുറിച്ചും അന്വേഷിക്കണം. പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങിയാൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പാലക്കാട് ഈ കമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ല. കുപ്രസിദ്ധമായ കമ്പനിക്ക് അനുമതി നൽകാനുള്ള നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ എന്ത് കിട്ടി എന്ന പ്രസ്താവനയും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് കൂടുതൽ മദ്യശാലകൾ അനുവദിക്കേണ്ടതില്ലെന്ന് 1999 നയനാർ സർക്കാർ മന്ത്രിസഭ തീരുമാനിക്കുന്നതിന് ശേഷം കഴിഞ്ഞ 26 വർഷമായി ഈ നിലപാട് തന്നെയാണ് തുടർന്നു പോന്നിരുന്നത്. എന്നാൽ 2018 ഇത് മറികടന്ന് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒരു ബ്ലൂബറിയും 2 ബ്ലെൻഡിംഗ് യൂണിറ്റുകളും ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയത് വിവാദത്തിനിടയാക്കി. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് കരാർ റദ്ദാക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത്. പ്രളയകാലത്ത് അനാവശ്യ വിവാദം ഒഴിവാക്കാനാണ് കരാർ റദ്ദാക്കിയതെന്ന വിചിത്രവാദമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തതിൽ CPI മന്ത്രിമാരും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. തന്റെ മണ്ഡലത്തിൽ ബ്ലൂബറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളോട് VS അച്യുതാനന്ദനും അന്ന് പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്നത്തെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ആയിരുന്നു അന്ന് എക്സൈസ് മന്ത്രി. അതേസമയം പുതിയ യൂണിറ്റുകൾ അനുവദിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് അന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. ഡിസ്റ്റിലറികൾക്കും ബ്ലൂബറികൾക്കും അനുമതി നൽകാനുള്ള തീരുമാനം വിവാദമായതിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയും ചെയ്തു. ബ്ലൂബറി ഡിസ്റ്റിലറി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17A(1) പ്രകാരം അന്വേഷണത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കത്ത് നൽകിയെങ്കിലും ഗവർണറായിരുന്ന P സദാശിവം അത് തള്ളിക്കളയുകയായിരുന്നു. ഭൂഗർഭജലം ഊറ്റിയെടുത്തതിനെ തുടർന്ന് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയെ സമരം ചെയ്താണ് ജനം പൂട്ടിച്ചത്. അതേ സ്ഥലത്താണ് ദശലക്ഷക്കണക്കിന് ലിറ്റർ ജലം വേണ്ട കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഒരു പഠനവും നടത്താതെയാണ് സർക്കാർ ഈ കമ്പനിക്ക് അനുമതി നൽകിയത്. മദ്യമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ കമ്പനിക്ക് അനുമതിയുണ്ട്. ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഇഷ്ടക്കാർക്ക് അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയാണെന്ന് വ്യക്തമാണ്. കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതിലൂടെ എന്താണ് അവരിൽ നിന്നും വാങ്ങിയതെന്ന് മാത്രമേ സർക്കാർ വെളിപ്പെടുത്താനുള്ളൂ. പിണറായി സർക്കാർ അധികാരം കൈയാളിയ ശേഷം വൻ അഴിമതികൾക്കാണ് കേരളം വേദിയായത്. അതിലെ പൊൻതൂവലാണ് മണിയാർ വൈദ്യുത കരാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്. കേരളത്തിന്റെ വൈദ്യുതി മേഖല സ്വകാര്യ കുത്തക കമ്പനികൾക്ക് തീരെഴുതാനുള്ള നീക്കവുമായി 12 മെഗാവാൾട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ കാർബോറണ്ട് ഗ്രൂപ്പിന് 25 വർഷം കൂടി നീട്ടി നൽകിയതായിരുന്നു തട്ടിപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിവായ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാതെ അങ്ങോട്ട് നൽകണമെന്നുള്ള സർക്കാരിന്റെ കള്ളക്കളിയും പുറത്തു വന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇക്കൊല്ലം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇത് CPMനെയും LDFനെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.